ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കിടിലെ ഒരു ഐറ്റമായിട്ടാണ് നമ്മൾ വരുന്നത്. എന്നാന്ന് വെച്ചാൽ കായും മുട്ടയും കൊണ്ടുള്ള ബജ്ജി. അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും വെല്ലുവിളി അടിച്ചേക്കണേ. മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. മുട്ട നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പുഴുങ്ങാനായിട്ടിടാം. ഇത് പുഴുങ്ങിയിട്ട് നമുക്ക് കാണാം. മുട്ടയ്ക്കകത്ത് ചൂടുവെള്ളം കളഞ്ഞിട്ട് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും. മുട്ട തണുക്കാൻ വേണ്ടി ഇവരെ നമുക്ക് കുളിച്ചെടുക്കാം. പിന്നെ കുളിച്ച് വൃത്തിയായിട്ടെടുക്കാം. മുട്ടയെല്ലാം പൊളിച്ച് കഴിഞ്ഞു. ഇനി കായും കറുത്തു പോകും. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് എടുക്കാൻ നേരം അരിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് മസാല കൂട്ടി കൊടുക്കാം. നമുക്ക് മസാല കൂട്ടാനായിട്ട് 400 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണ് ഉപ്പുപൊടി ഇടാം. 2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ടു. എരിവ് കുറവ് മതി നമുക്ക്. എന്നപ്പോൾ ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 100 ഗ്രാം അരി വറുത്താണ് അതിടാം, ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഉണ്ട്, ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിനെ വൃത്തിയായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഈ പരുവാണ്. വെള്ളം അധികം ആകാൻ പാടില്ല. വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ടയിലൊന്നും നിൽക്കത്തില്ല, അങ്ങ് ഒഴുകി അങ്ങ് പോകും. കറക്റ്റ് പരുവ. അടുത്ത് നമുക്ക് അടുപ്പ് കത്തിക്കാം. ബജ്ജി ഉണ്ടാക്കാനായിട്ടുള്ള അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട 2ആയിട്ട് മുറിച്ചു കൊടുക്കാം. ഇതുപോലെ മുറിച്ചു. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ബജ്ജി ഇടാനായിട്ട് മാവ് മുക്കിയെടുക്കാം. മാവിൻ്റെ അകത്ത് ഇതുപോലെ വലിയ കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുലിച്ചൊന്നും പോകത്തില്ല. ഇവരെ ഇതിൻ്റെ ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ കറക്റ്റായിട്ടാണ് അത് പെരണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. 2 സൈഡ് ഒന്ന് വേകാനായിട്ട്. ബേക്കിംഗ് പൗഡറൊക്കെ കറക്റ്റായിട്ട് ഇട്ടുണ്ട്, ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇതിനെ നല്ല മൂത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇതിനെ സൂപ്പറായിട്ട് മൂത്തിട്ടുണ്ട്. സൂപ്പറായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല കറക്റ്റായിട്ട്. ഇപ്പം മുട്ട വറുത്ത് കഴിഞ്ഞു. അടുത്ത നമുക്ക് കാ വറക്കാനായിട്ട് പോവാം. കാ നമുക്ക് മുറിച്ചെടുക്കാം. ഇവരെ കഴി റെഡിയാക്കി വെച്ചതാണ്. ഇപ്പോൾ മുറിക്കുന്നത് എന്നാ വെച്ചാൽ നേരത്തെ മുറിച്ച് വെച്ചാൽ ഇത് കറുത്തു പോകും. അതിനാണ് നമുക്ക് ഇപ്പം റെഡിയാക്കാവുന്നത്.
വറക്കാൻ നേരം മുറിക്കാവുന്നതുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കളയുക. കായെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇവനെ അങ്ങോട്ട് വറക്കാം അങ്ങോട്ട്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഇതായിട്ട് നല്ലപോലെ ഇതുണ്ട്, എണ്ണ മസാല ഒക്കെ പിടിച്ചു. കായ വറക്കുമ്പോൾ നല്ലൊരു മണമുണ്ട്. അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ ഇച്ചിരി മോശം, ഭയങ്കര വെയിലാണ്. അത് കാരണം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ബാക്കി പിന്നെ വറക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടെസ്റ്റ് നോക്കാനായിട്ട് മുട്ട ബജ്ജി എടുത്ത് നോക്കാം. ഇല്ല, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇവൻ്റെ ഒരു ചട്നി ഉണ്ട്, ചട്നിയും കൂടെ ഒഴിച്ച് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഇതാണ് സാധനം. എൻ്റെ അമ്പമ്പോ എന്നാ സൂപ്പർ സാധനമാണ്. എന്നുവെച്ചാൽ കടയിൽ നിന്ന് മേടിക്കാനെക്കാട്ടി അടി പൊളിച്ചു നമ്മൾ. നമുക്ക് അടുത്ത കാബജ്ജി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. ചട്നി കൂടെ എടുത്ത് കഴിച്ചു നോക്കാം. അടിച്ചു പൊളിച്ചു, സൂപ്പർ സാധനം. ഓ എൻ്റെ അമ്പമ്പോ. എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനം കേട്ടോ, അടിച്ചു പൊളിച്ചു, സൂപ്പർ ഐറ്റം. ഇപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് ടാറ്റ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.